തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലെത്തിയോടുകൂടി സ്ഥാനാർത്ഥികളൊക്കെ തന്നെ തിരക്കിലാണ്. ഈ തിരക്കിനിടയ്ക്കാണ് കോഴിക്കോട് യു.ഡി.എഫ് സ്ഥാനാർത്ഥി എം.കെ. രാഘവന്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞത്. ഹാപ്പി ബർത്ത്ഡേ. ആഘോഷം ആഘോഷിക്കാൻ പറ്റിയോ? ഞാൻ സാധാരണ ആഘോഷിക്കാറില്ല. ഇല്ല, ഞാൻ ഇന്ന് വരെ എൻ്റെ പിറന്നാൾ ആഘോഷിച്ചു. ജന്മദിനം ആഘോഷിച്ചിട്ടില്ല? ഇല്ല, ഇന്ന് വരെ ആഘോഷിച്ചില്ല. കുട്ടിയായിരുന്നപ്പോൾ അത് വീട്ടുകാർ ചിലപ്പോൾ അമ്മയും അച്ഛനും ചെയ്തതാണ്. ഒരു പ്രായം വന്ന ശേഷം ഞാൻ ഈ KSU രംഗത്ത് ഇറങ്ങിയ ശേഷം ഞാൻ ഒരിക്കലും പിറന്നാൾ എപ്പോഴാണ് ഡേറ്റ് നോക്കി വന്ന ആളല്ല. അത് പിറന്നാളിൻ്റെ വഴിക്കും എന്നെ വഴിക്കാൻ പോകും, വേറൊന്നുമില്ല. ഇന്നും അങ്ങനെ തന്നെ പോയി? ഇങ്ങനെ പോകും. ഞാൻ രാവിലെ 6 മണിക്ക് ഇറങ്ങി രാവിലെ. പിന്നെ പിറന്നാളാണെന്ന് വെച്ചാൽ വന്ന് വിഷയം തരുന്നു. ചിലരൊക്കെ വിളിച്ചു. ഇവിടെ മണ്ഡലത്തിലെ ആളുകൾ അറിഞ്ഞിരുന്നു? ചില അറിഞ്ഞ ആളുകൾ വിളിച്ചു. ഞാൻ കഴിയുന്ന അറിയിക്കാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ചില അറിഞ്ഞ ആൾ എന്നെ സ്വകാര്യം വിളിച്ചു. അറിഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ കേക്ക് മുറിയായിരിക്കും. അത് ഞാൻ പിന്നെ അതിലൊന്നും വലിയൊരു വിശ്വാസത്തിലുള്ള ആളല്ല. അതുകൊണ്ട് പിറന്നാൾ ദിനത്തിൽ വിശ്വാസം ഇല്ല. ഞാനങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ടാണ് അത് അതിനുവേണ്ടി തയ്യാറെടുക്കുക, ആഘോഷിക്കുക, അങ്ങനെ ഏർപ്പാട് എൻ്റെ ലൈഫിലുണ്ടായിട്ടില്ല. അല്ല, ഇതിന് മുൻപ് തെരഞ്ഞെടുപ്പ് കാലത്ത് ബർത്ത്ഡേ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നില്ല. ഏതായാലും ജന്മദിനം കൂടെ ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. ആഘോഷമില്ലെങ്കിലും ഏറ്റവും അവസാന ലാപ്പിലുള്ള പ്രതീക്ഷ എന്താണ്? ഒരു കംഫർട്ടബിൾ മെജോറിറ്റി കിട്ടും, സംശയം വേണ്ട. എൻ്റെ ഒരു വിശ്വാസം കഴിഞ്ഞതിനേക്കാളും നല്ല ഭൂരിപക്ഷമാണ് സാധ്യത കൂടുതൽ. ഓരോ തവണ ഭൂരിപക്ഷം ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തവണയേക്കാൾ കൂടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പൊതുവിൽ 3 റൗണ്ട് ഞാൻ യാത്ര ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അതാണ്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ മനസ്സൊന്നും ആർക്കും പറിച്ചെടുക്കാൻ കഴിയില്ല. ഇന്ന് AP കാന്തൂരി വിഭാഗം പറഞ്ഞ ഓരോ മണ്ഡലത്തിലും ഒരു പ്രത്യേക നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. കോഴിക്കോട് അങ്ങനെ എന്തെങ്കിലും നമുക്ക് അനുകൂലമായിട്ട്? അല്ല, അതിപ്പോൾ അവരെടുക്കുന്ന നിലപാടാണ്. ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ല. അവരെടുക്കുന്ന നിലപാട് നമുക്ക് എന്നാ പറയാൻ കഴിയില്ല. എങ്കിലും അവരുടെ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? അല്ല, എനിക്ക് എല്ലാവരും വോട്ടും കിട്ടും. കിട്ടാറുണ്ട്. കാരണം എല്ലാവരും വോട്ടും കിട്ടുന്നതുകൊണ്ടാണല്ലോ ജയിക്കുന്നത്. അതിൽ UDFന്റെ വർക്കേഴ്സിന് കഠിനാധ്വാനമുണ്ട്, ശക്തമായി. നല്ല ആത്മവിശ്വാസത്തിലാണ്. ഒരു സംശയം വേണ്ട. പോകുന്നിടത്തൊക്കെ തന്നെ വലിയ വടകരയിലാണ് വലിയ ആൾക്കൂട്ടം എന്ന് പറയാനുണ്ട്. ഷാഫി എവിടെ ഇറങ്ങി അവിടെ വലിയ ആൾക്കൂട്ടാണ്. ഇവിടെ കോഴിക്കോടിന്റെ മണ്ണിൽ എങ്ങനെയാണ്? കോഴിക്കോടും നല്ല ആൾക്കൂട്ടം. എല്ലാ സ്ഥലത്തും 3 പരിപാടികൾ എനിക്കുള്ള അനുഭവമാണ്. 3.5 മണി സഞ്ചരിച്ചു. 3.5 മണി ഓരോ സ്ഥലത്തും ഏറ്റവും കൂടുതൽ സഹോദരിമാരാണ്. പ്രത്യേകിച്ച് മുസ്ലിം സഹോദരിമാർ ഏറ്റവും കൂടുതൽ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. ഏതായാലും കോഴിക്കോട് യുടെ സ്ഥാനാർത്ഥി നല്ല ആത്മവിശ്വാസത്തിലാണ്. ഓരോ തവണയും ഭൂരിപക്ഷം ഉയർത്തിയിരുന്നു. അതേപോലെ തന്നെ ഇത്തവണയും ഭൂരിപക്ഷം ഉയർത്തുമെന്നാണ് കോഴിക്കോട് യുടെ സ്ഥാനാർത്ഥി M.K. രാഘവൻ പറയുന്നത്. ജന്മദിനമാണ്, പക്ഷേ ജന്മദിനത്തിൽ ആഘോഷങ്ങളൊന്നും തന്നെ ഇല്ലാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ കോഴിക്കോട്.